കുംഭമേള വൈറൽ താരത്തിന്റെ പ്രായവിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വേണ്ടി മധ്യപ്രദേശ് പോലീസ് എറണാകുളത്തെത്തി. ഭർത്താവ് ഫർമാൻ ഖാനെതിരെ മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിരുന്നു. യുവതിയുടെ പിതാവിന്റെ പരാതിയിൽ തട്ടിപ്പ് കൊണ്ടുപോകൽ നിയമപ്രകാരമാണ് കേസ്. പിന്നാലെയാണ് മധ്യപ്രദേശ് പോലീസ് തൃക്കാക്കര സ്റ്റേഷനിലെത്തിയത്. സിബി ജോസഫ് വിവരങ്ങളുമായി കൊച്ചിയിൽ. आधार कार्ड मान्य नहीं है कोर्ट में आधार कार्ड में जो एज होती है वो कोर्ट मान्य नहीं करता है। उसने जो वीडियो डाले वो त्रिवेंद्रम के हैं, है ना। हम इन्वेस्टिगेशन में आए हैं, उसी इन्वेस्टिगेशन में यहाँ आए। സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, എന്തിനാണ് മധ്യപ്രദേശ് പോലീസ് ഇവിടെ എത്തിയിട്ടുള്ളത്? അജിംസ്, ഈ കുംഭമേള വൈറൽ താരത്തിന്റെ ഈ ഒരു പ്രായ വിവാദം ഇപ്പോൾ വീണ്ടും വലിയ രീതിയിൽ വിവാദമായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വൈറൽ താരം മൊണാലിസയുടെ പിതാവ് മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അതായത് തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇവർ പറയുന്നത് ഈ മൊണാലിസയുടെ പ്രായം 16 വയസ്സാണ്, അവർക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവായ ഫർമാൻ ഖാനെതിരെ തട്ടിക്കൊണ്ടുപോകൽ നിയമപ്രകാരം പരാതി പ്രകാരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് ആ തട്ടിക്കൊണ്ടുപോകൽ കിഡ്നാപ്പിംഗ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ മധ്യപ്രദേശിലെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തൃക്കാക്കരയിലെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൽ മഹേശ്വർ CI ഗണപത് കനയാൽ, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഉൾപ്പെടുന്ന ഒരു വനിതാ SI ഉൾപ്പെടെ 5 അംഗ സംഘമാണ് ഇപ്പോൾ കൊച്ചിയിലെ പോലീസ് സ്റ്റേഷനിൽ തൃക്കാക്കര സ്റ്റേഷനിൽ എത്തിയത്. ഇതിൽ ഈ ഫർമാൻ ഖാന്റെ ഒരു സുഹൃത്ത് ഈ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ എത്തിയിരിക്കുന്നത്. ഇവർ പറയുന്നത് ഇവരുടെ ജനന സർട്ടിഫിക്കറ്റ്, ഈ മൊണാലിസയുടെ ജനന സർട്ടിഫിക്കറ്റിൽ 16 വയസ്സാണ് പ്രായം സർക്കാർ രേഖകളിൽ എന്നുള്ളതാണ്. എന്നാൽ ആധാർ കാർഡിൽ 18 വയസ്സ് പൂർത്തിയായി എന്ന് കാണിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഈ കേരള പോലീസിന്റെ ഉൾപ്പെടെ സഹായത്തോടെ അങ്ങനെ ഇവിടെ ഒരു വിവാഹം നടന്നത്. പക്ഷേ ഈ വിവാഹം നടന്നതിന് ശേഷമാണ് പിന്നീട് വീണ്ടും വലിയ രീതിയിൽ വിവാദമായത്. എന്തായാലും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ ഭർത്താവായ ഫർമാൻ ഖാന്റെ അറസ്റ്റ് ഈ മെയ് 20 വരെ തടയുന്ന ഒരു ഇടക്കാല ഉത്തരവ് വരെ നിലവിലുണ്ട്. ആ സാഹചര്യത്തിൽ അറസ്റ്റ് പോലെ നടപടിയിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു കിഡ്നാപ്പിംഗ് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അന്വേഷണ ഭാഗമായിട്ടാണ് ഇപ്പോൾ തൃക്കാക്കര പോലീസ് എത്തിയിരിക്കുന്നത്. ഈ വിവാഹത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ല എന്നൊരു നിലപാടാണ് ഇപ്പോഴും കേരള പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇത് കുട്ടിയുടെ വിവാഹ സർട്ടിഫിക്കറ്റ് അടക്കം നൽകിയിട്ടുമുണ്ട്. ജനന സർട്ടിഫിക്കറ്റിൽ ചില കൃത്രിമത്വം കാണിച്ചു എന്ന് നേരത്തെ മൊണാലിസ മധ്യപ്രദേശ് സർക്കാർ ജനന സർട്ടിഫിക്കറ്റിൽ കൃത്രിമത്വം കാണിച്ചതൊക്കെ ചില ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ മാസം 22-ന് ദേശീയ പട്ടികവർഗ കമ്മീഷന് മുമ്പിൽ ഈ കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരുടെ കുംഭമേള താരത്തിന്റെ വിവാഹ വിവാദവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയാണ് സിബി ജോസഫ്.